എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഹലാൽ എന്നുള്ള വിഷയം ഞങ്ങൾ ഉയർത്താൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. കൊണ്ട് ഉപദ്രവമല്ലാതെ എന്തെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണം ആ മതവിശ്വാസത്തിൽ പെടാത്ത ഒരാൾക്ക് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നില്ല. ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന അന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് ഹലാൽ റെസ്റ്റോറന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിനത് കുഴപ്പമില്ല. പക്ഷെ അവിടെ നോൺ ഹലാൽ ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത ഭക്ഷ്യ കിറ്റില്, ഈ സജീഷിന്റെ പാർട്ടിയുടെ ഗവൺമെന്റ് വിതരണം ചെയ്ത ഭക്ഷ്യ കിറ്റില് 86 ലക്ഷം വീടുകളിൽ ഹലാൽ പപ്പടം എത്തി. ഹലാൽ പപ്പടം എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്താണ് ഈ ഹലാൽ പപ്പടം? ഈ ഹലാൽ പപ്പടം എന്ന് പറഞ്ഞ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ആരാണത് ഹലാൽ എന്ന് പ്രഖ്യാപിക്കുന്നത്? അതിന്റെ പ്രോസസ് എന്താണ്? നല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്ത്? പിന്നീട് ഞങ്ങൾ കാണുന്നു ഹലാൽ ശർക്കര. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഒക്കെ വിവാദമായിട്ടുള്ള ഹലാൽ ശർക്കര. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടനവധി വീഡിയോകളിലായിട്ട് നമ്മൾ കാണുകയാണ്. എന്തൊക്കെയാ? അതായത് ഭക്ഷണത്തിൽ തുപ്പുന്നു, പഴങ്ങളിൽ തുപ്പി വെക്കുന്നു, വെള്ളത്തിൽ തുപ്പുന്നു. എന്തിന്റെ അസുഖമാണ്? രാവിലെ ഗോതമ്പ് ദോശ കുത്തുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് ഹലാൽ ഹോട്ടൽ നടത്തുമ്പോ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ശ്രീജെ? ഇതിനകത്ത് തുപ്പിയിട്ടില്ല. 1,00,000 റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഞാൻ ചരട് കെട്ടുന്നത് അത് എന്റെ മാത്രം കാര്യമാണ്. ഞാൻ ഗോമൂത്രം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം കാര്യമാണ്. ഞാൻ ചാണകം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം കാര്യമാണ്. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഇവിടുത്തെ പ്രശ്നം അതല്ല, അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വരുന്നു. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത്. പ്രശ്നം എന്താണ്? തുപ്പിയ ഭക്ഷണം ഹോട്ടലിൽ ലഭ്യമാകുന്നുണ്ടോ? അങ്ങനെയാണോ ഹലാലാക്കുന്നത്? പപ്പടം എങ്ങനെയാണ് ഹലാലാക്കുന്നത്? തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാൽ. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ കുറച്ചൊക്കെ മതം പഠിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ 70 വയസ്സായി. ഈ ഹലാൽ പപ്പടം, ഹലാൽ ശർക്കര എന്നൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു കോഴിയാണെങ്കിലും ഒരു പോത്താണെങ്കിലും ഒക്കെ അതിൻ്റെ കഴുത്തറുത്തിട്ട് രക്തം പുറത്തേക്ക് കളയണം. ഇതിനെയാണ് ഹലാൽ എന്ന് പറയുന്നത്. ഹലാൽ പപ്പടം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാനത് ആദ്യമായിട്ട് കേൾക്കാമെന്ന് മാത്രമേ എൻ്റെ സുഹൃത്ത് RV ബാബുവിനോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഉപ്പിയ ഭക്ഷണം മുസ്ലിങ്ങൾ ഹോട്ടലിൽ വന്നിട്ട് മുസ്ലിമിൻ്റെ ഹോട്ടലാണല്ലോ എന്ന് വിചാരിച്ച് കഴിക്കും എന്ന് വിശ്വസിക്കാൻ എൻ്റെ സാമാന്യ യുക്തി എന്നെ അനുവദിക്കുന്നില്ല. നീയൊക്കെ കാര്യം മനസ്സിലാക്കണം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. അപ്പോ ഇങ്ങനെ ഏതെങ്കിലും ഹോട്ടലിൽ ഉണ്ടോ? ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസം കണക്കാക്കണ്ട. അങ്ങനെയുള്ള ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ആ ഹോട്ടലിനെ പറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്യുകയും പോലീസ് റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇത്തരം പ്രചാരവേലകൾക്കെതിരായിട്ട് കൃത്യമായി സംസാരിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. മുഖ്യമന്ത്രി പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരായിട്ട് സംസാരിച്ചത് 15-ാം ദിവസമാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിചാരം. സോഷ്യൽ മീഡിയ നിറച്ച് മനുഷ്യന് കേൾക്കാനും പറയാനും കൊള്ളാത്ത തരത്തിലുള്ള അറപ്പുണ്ടാക്കുന്ന ചർച്ചകളാണ്. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ഇതിപ്പോ ഇങ്ങനെ പറയുന്ന മുസ്ലിം മതപണ്ഡിതന്മാരില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ മതപണ്ഡിതന്മാരുടെ വിഡ്ഢിത്തോ അവരുടെ അബദ്ധമൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഹോട്ടൽ എന്ന് പറയുന്നത് ബാബു പറഞ്ഞ മാതിരി ഒരു പൊതുസ്ഥാപനമാണ്. സർക്കാർ അതിന് ലൈസൻസ് കൊടുക്കുന്നുണ്ട്, അതിന് പല ആനുകൂല്യങ്ങളുണ്ട്. അതൊരു പൊതുസ്ഥലമാണ്. അവിടെ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്ന വിശ്വാസമില്ല, എന്ന വിവേചനമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആരോഗ്യ പ്രശ്നമാണ്. ബഹുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിനാണോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അതിനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കഫവും തുപ്പലുമില്ലാത്ത ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ചില ഹോട്ടലുകളുടെ പേരുകൾ BJP പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് നവമാധ്യമങ്ങളിൽ കണ്ടു. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരോഗ്യ പ്രശ്നം മാത്രമല്ല, സാമൂഹ്യമായ ധ്രുവീകരണം, സമുദായങ്ങൾ തമ്മിലുള്ള അകലം സൃഷ്ടിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായിട്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയാണ്. ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ നവംബർ 17-ാം തീയതി രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് 1000
കിലോ ആട്ടിറച്ചി അനധികൃതമായി കൊണ്ടുപോകുന്നുണ്ട് എന്ന് പോലീസിന് വിവരം കിട്ടി. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. പോലീസ് റെയിൽവേ ബാഗുകളിൽ നിന്ന് അത് എടുത്തു. അപ്പൊ നോക്കുമ്പോ എന്താ, അത് പട്ടിയിറച്ചിയായിരുന്നു. ഇത് പത്രങ്ങളിലും ടിവികളിലൊക്കെ വന്ന വാർത്തയാണ്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. ആട്ടിറച്ചിയാണ് എന്ന് പറഞ്ഞ് പന്നിയിറച്ചി വിളമ്പുന്നുണ്ട്, പട്ടിയിറച്ചി വിളമ്പുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. രാജസ്ഥാനിൽ മുഴുവൻ എങ്ങനെയാണെന്നോ, ആ പട്ടിയിറച്ചി അയച്ച സമുദായക്കാരന്റെ സമുദായം മുഴുവൻ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല, പറയാൻ പാടില്ല. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തു. ഇങ്ങനെ അക്രമം കാണിക്കുന്ന ആളുകളുണ്ടാവും, ഇങ്ങനെ തുപ്പുന്ന ആളുകളുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്, അതൊരു മതചടങ്ങല്ല. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. പൊന്നവന്റെ ഭക്ഷണത്തിൽ ഒരാൾക്ക് തുപ്പാം, അത് വേറൊരാളെ ബാധിക്കില്ല. നേരെ മറിച്ച് ഹോട്ടലിലെ ഭക്ഷണത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ BJP ആദ്യം ചെയ്യേണ്ടത്, അങ്ങനെ അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരണം. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. 1000 കൊല്ലമായി ഇസ്ലാം മതം ഇവിടെയുണ്ട്. 1000 കൊല്ലമായിട്ടുണ്ട്, അതിന് ചരിത്രമുള്ളതാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. ഇവിടെ ഇവർക്ക് മുസ്ലിങ്ങളുടെ കുലത്തൊഴിൽ എന്നും സാമാന്യമായി കച്ചവടമാണ്. അവൻ പറഞ്ഞ നേരെ. ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുണ്ട്, വൈശ്യകുലം കേരളത്തിലില്ല. വൈശ്യന്മാരുടെ പണി, അവരുടെ കുലവൃത്തി ചെയ്യുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. ക്രിസ്ത്യാനികൾ കൃഷിയും മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യും. മരക്കച്ചവടമുണ്ട്, തേങ്ങാ കച്ചവടമുണ്ട്, പ്രധാനമായും ഹോട്ടൽ കച്ചവടമുണ്ട്. അവരുടെ ഹോട്ടലുകളിൽ എല്ലാവരും കയറി ഊണ് കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരുടെ ഹോട്ടലിലും കയറി ഊണ് കഴിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഹിന്ദി സിനിമയൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഹിന്ദി പാനി, മുസ്ലിം പാനി എന്നൊക്കെ കേട്ട് ഞങ്ങൾക്ക് വലിയ തമാശ തോന്നിയിരുന്നു. ആ തരത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയാൽ അതിന്റെ ആപത്ത് ഒരു സമുദായത്തിന് മാത്രമാവും. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. കാരണം ഹിന്ദുക്കള് മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറുന്നില്ല എങ്കിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഹോട്ടലിലും കയറില്ല. അപ്പൊ ഹിന്ദുക്കളുടെ ഹോട്ടലിലും മുസ്ലിങ്ങളുടെ ഹോട്ടലിലും ക്രിസ്ത്യാനികളുടെ ഹോട്ടലിലും കയറും എന്ന് വന്നാൽ എത്രയോ ഹോട്ടൽ തകരാൻ. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഹോട്ടൽ ഉണ്ടാവും, അവിടെ കയറുന്നില്ല എന്ന് വന്നാൽ എന്താ ചെയ്യുക? ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. മറ്റു സംസ്ഥാനങ്ങളുടെ മാതിരിയല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായക്കാരൻ മാത്രം താമസിക്കുന്ന ഗല്ലി, മൊഹല്ല ഒന്നും കേരളത്തിലില്ല. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഒന്നിച്ചിടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് കേരളം. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. കാരണം ഇവിടെ 10-15 അടി കുഴിച്ചാൽ ഏത് സ്ഥലത്തും വെള്ളം കിട്ടും. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്നു. മറ്റിടത്തൊക്കെ വെള്ളത്തിന്റെ ലഭ്യത വലിയ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതെല്ലാം മഹിയന്തന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.